അയാളവിടെ വഴിയരിയത് ഇരുന്ന് യാചിക്കണ സമയത്ത് വഴിയിൽ കിടന്ന ഉണക്ക ഇല പുറത്തുകൂടി മഴ പെയ്യണ പോലെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇയാൾ കാത് കൊണ്ട് ഈ സാധനം പിടിച്ചെടുക്കും. അപ്പോഴേ ആൾക്കാർ ചോദിക്കും, ആരാണ് ആ പോകുന്നതെന്ന് ഇയാൾ ഇങ്ങനെ കണ്ണ് കാണാൻ പോലെ തപ്പി ചോദിക്കും. പറയും, ദാറ്റ് ഈസ് ജീസസ്, അത് കർത്താവാണ്, ഈശോ ആണെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ ചങ്കലച്ചുകൊണ്ടൊരു വിളിക്കും, ഈശോ ദാവീദിൻ്റെ പുത്രാ എന്ന് വിളിക്കും. ഇത് വിളിച്ചോട് കൂടിയുണ്ടാ ഇങ്ങനെ എയർ ബ്രേക്ക് ഇട്ട പോലെ ഈശോ അങ്ങോട്ട് നിൽക്കും. എന്താ കാര്യം? ദാവീദെന്ന് കേൾക്കുമ്പോൾ ദൈവം നിൽക്കും. അത് ഭയങ്കര നിരതദ്രവ്യമുള്ള ഒരു പേരാണ്. ദാവീദ് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കർത്താവിൻ്റെ തിരുസേന ജീവിതം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ദാവീദിനോട് ഭയങ്കര ഇഷ്ടം എന്താണെന്നറിയാമോ? അയാൾ നമ്മളും ബൈബിളൊക്കെ തർജ്ജമ ചെയ്ത് ഭയങ്കര സുഖിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്താണ്? അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ ദാവീദ് സങ്കടപ്പെടുമ്പോൾ എന്താ പറയണത്? പിടിക്കപ്പെട്ടു, അവൻ്റെ പാപം തെറ്റാണെന്ന്, ആ പാപത്തിൽ അവനെ വീണുപോയെന്ന് പറയുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ നിന്ന് വാള് ഇനി നീങ്ങത്തില്ലെന്നൊക്കെ നാദാമെന്ന് പറയുമ്പോൾ ദാവീദ് പറഞ്ഞു, വാള് നീങ്ങുകയോ പീരങ്കി കൊണ്ട് വെടിവെക്കുകയോ എന്തെങ്കിലും ചെയ്യും, എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെ ഇട്ടച്ചും പോകരുത്. ഇത് മനോഹരമാണെന്നറിയാവാ. നിൻ്റെ വീട്ടിൽ നിന്ന് വാള് നീങ്ങിപ്പോകത്തില്ലെന്ന് പറഞ്ഞാൽ ചപിക്കുകയാണ്. ഇപ്പം ദാവീദ് അതൊന്നും പ്രശ്നമല്ല, അത്ര വാള് കണ്ട മനുഷ്യനാണ്. പറയും, വാള് നീങ്ങിപ്പോകാതിരിക്കുകയോ പീരങ്കി കൊണ്ട് വെടിവെക്കുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എന്നെ ഇട്ടച്ചും പോകരുത്. അത് ഭയങ്കര അർത്ഥമാണ്. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാമോ? എന്നെ ഇട്ടച്ചും പോരുന്നതാണ്. അതായത് ഈ ഇൻറ്റിമസി വല്ലാതെ ദൈവത്തിൻ്റെ അനുഭവിച്ചൊരു മനുഷ്യനാണ്. എൻ്റെ ദൈവം എന്ത് സംഭവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒറ്റ പ്രാർത്ഥനയോട് ദാവീദിനെ പോലെ എന്നെ ഇട്ടച്ചും പോകരുത്. ദൈവം ആ പ്രാർത്ഥന കേട്ടു. ഞാൻ നിന്നെ ഇട്ട് പോകത്തില്ലെന്ന്. അബ്സലോം തള്ളിക്കളഞ്ഞപ്പോഴും അഹ്തോബേല് ഒറ്റിക്കൊടുത്തപ്പോഴും കർത്താവ് ദാവീദിനെ കൂടെ നിന്നു. ദാവീദിനെ ഇട്ടിട്ട് കളഞ്ഞില്ല, കർത്താവ് കൂടെ നിന്നു. ഒലിവുമല ഇറങ്ങി വരുമ്പോൾ പരവേശം കൊണ്ട് അണ്ണാക്കം തള്ളി വരുമ്പോൾ സീബ ഒരു കൊട്ട അപ്പമായിട്ട് നിൽക്കണ മനോഹരമായ കാഴ്ചയുണ്ട്. സീബ, നീ എവിടെ പോകണം? ഞാൻ ആ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ എന്നെ ഉപേക്ഷിച്ചു, രാജധാനി പിടിച്ചെടുത്തു, ജനങ്ങളും പട്ടാളക്കാരും പോയി. നീ എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും, നീ എന്തിനു വന്നു? അങ്ങയ്ക്ക് വിശക്കുമെന്ന് എനിക്ക് തോന്നി. 2 സാമുവേൽ 16 എടുത്തേ. 2 സാമുവേൽ 16 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദാവീദ് മലമുകൾ കടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ മെഫിബോഷത്തിന്റെ ദാസനായ സീബയെ കണ്ടുമുട്ടി. അവന്റെ അടുക്കൽ 2 കഴുതകൾ ഉണ്ടായിരുന്നു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കമുന്തിരിക്കുലയും 100 കുല വേനൽക്കാല ഫലങ്ങളും ഒരു തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് സീബയോട് ചോദിച്ചു, ഇവയെല്ലാം നീ എന്ത് ചെയ്യാൻ പോകുന്നു? കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും. ഈ മനുഷ്യനെ കണ്ടില്ലേ? സീബ, ദൈവത്തിന്റെ സൗന്ദര്യം, ദൈവത്തിന്റെ കൂട്ട്. സീബയുടെ വേഷത്തിൽ ദാവീദിന്റെ അറ്റ കൈക്ക് സഹായിക്കുക. അതാണ് ഈ ദാവീദും ദൈവവും തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് മോസസ് ചില സമയത്തൊക്കെ ഈ മോസസാണ് ദൈവത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലേ വൈകാരികമായ നിലപാടുകളിലൊക്കെ ദാവീദ് ചില സമയത്ത് ലീഡ് ചെയ്ത് നിൽക്കണ കാണാം. ഇപ്പോൾ സീബയെ കൊണ്ടുവന്ന കണ്ട, സീബയെ ദൈവം കൊണ്ടുവന്നാണേ. പറ. കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും. നടന്ന് തളർന്നപ്പോഴേ കഴുതേ കയറിയിരിക്കുക. അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും. എല്ലാരെയും കൂടി കടത്തിക്കൂടി വന്നിരിക്കുകയാണ്. ദാസന്മാർക്ക് തിന്നാനും. വീഞ്ഞ് മരുഭൂമിയിൽ വെച്ച് തളരുമ്പോൾ അവർക്ക് കുടിക്കാനും അത്രേ. എന്തോ ഒരു പരിഗണന എന്നറിയാം. അതായത് ദൈവം സീബാനെ വിട്ടിരിക്കുകയാണ് ഇത്രയും സന്നാഹങ്ങളോടുകൂടി. ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയൊരു മനുഷ്യനാണ് ദാവീദ്.
എല്ലാത്തിനെയും ദാവീദ് അതിജീവിച്ചത് ദൈവസ്നേഹം കൊണ്ടാണ്. ദൈവത്തിലെ അതുപോലെ നീയും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന